ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല മുന്നേറ്റ ജാഥ ഇതാ പാലാ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും ഒടുവിൽ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാകുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഇപ്പോൾ എവിടെയാണ് ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ എത്തി നിൽക്കുന്നത്? ഇല്ല, കേൾക്കുന്നില്ല സനോജ്. അതായത് ഈ വികസനം ഒപ്പം മറുചേരിപ്പ്, കേരളത്തിലെ പ്രതിപക്ഷം നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ, ഒപ്പം വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ടുകൾ, ഇതിനൊക്കെ എതിരായ രാഷ്ട്രീയ സമരം അത് അനിവാര്യമാക്കുന്ന LDFിൻ്റെ പ്രസക്തി. രണ്ട്, വികസനം, ജനങ്ങളെ, കർഷകരെ, റബ്ബർ കർഷകരടക്കമുള്ള കർഷകരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ നീക്കം. ഇപ്പോൾ ഏറ്റവും പുതിയതായ നെൽകർഷകരുടെ കാര്യത്തിൽ പോലും മോദി സർക്കാർ എടുത്ത നിലപാടുകൾ, അങ്ങനെ കർഷക ദ്രോഹമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്രം, മലയോര ജനതയുടെ സംരക്ഷണത്തിന് ഉള്ള വന നിയമങ്ങൾ പോലും തിരുത്താൻ മടിക്കുന്ന കേന്ദ്രം, ഈ കേന്ദ്രത്തിനെതിരായ രാഷ്ട്രീയ പോരാട്ടം സാധ്യമാക്കുന്ന LDF. ഒപ്പം വികസനം, സമാനതകളില്ലാത്ത വികസനം, പവർ കട്ടില്ലാത്ത നാള്, നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, ഒപ്പം വിദ്യാഭ്യാസം വിഷയത്തിൽ, ആരോഗ്യ മേഖലയിലൊക്കെ കേരളം വരിച്ചിരിക്കുന്ന നേട്ടം, അതിൻ്റെ വികസനം, അത് ജനങ്ങളോട് കൂടുതലായി വ്യക്തമാക്കാൻ, അങ്ങനെ ജനങ്ങളെ സ്പർശിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിലൂടെ കടന്നു പോവുകയാണ് ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ. വിവരങ്ങളുമായി സനോജ് പാലയിലാണിപ്പോൾ, അല്ലേ? കഴിഞ്ഞ 3 ദിവസമായി കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുന്ന മധ്യമേഖലാ ജാഥ ഇന്ന് പര്യടനം അവസാനിപ്പിച്ച് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി രാവിലെ പാലായിൽ നാടിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ജാഥ അംഗങ്ങളും ജാഥ ക്യാപ്റ്റനും ഉൾപ്പെടെയുള്ള ആളുകൾ സംബന്ധിച്ചു, അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു. അതിനുശേഷമാണ് പാലാ നിയോജക മണ്ഡലത്തിലെ പാലാ ടൗണിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. വൻ ജനപങ്കാളിത്തത്തിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു ജാഥ ക്യാപ്റ്റനെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത്. കേരള കോൺഗ്രസ് എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ശക്തി വിളിച്ചോതുന്നതായിരുന്നു. ശരി സനോജ് സുരേന്ദ്രനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.